ഈ ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ അതിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യും. കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. അത്രയ്ക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? പണി പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം. ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. നീ തന്നെ അലക്കിയാ മതി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ? ഒടുക്കത്ത് ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി. ഉടുപ്പോർത്തോണ്ടല്ലേ അവനീ പോസ്റ്റ് കാണിക്കണത്. മര്യാദയ്ക്ക് അലക്കണം, ഇല്ലെങ്കിൽ മനീന്ദർ സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നുമില്ലേ? വാചടിക്കാതെ വേഗം അലക്കടോ. ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരുന്നുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തരുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്? സിക്കന്ദർ സിംഗ്. പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പം മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്. യുവന്മാർക്കെല്ലാം ബെടാ സാബിന് വലിയ പേടിയാ. എനിക്കും. കാണാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നാഹി ഓടോ ഹേ. ചെല്ലടാ ചെല്ലി പോയി കാണ കഴുക്. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. അല്ല ഖാന ചപ്പാത്തി ഇടാനാണ് വിളിച്ചത്. ആണാ? എന്റെ അമ്മ വിഷമത്ത് നിൽക്കാൻ പറ്റണില്ല. ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. ദൈവമേ, എന്തൊരു ശിക്ഷണത്. പണിയൊക്കെ എനിക്ക് തീറ്റവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ. നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങളും മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്നെ ഈഞ്ചപ്പരുവാകും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റില്ല, ഇത്തിരി ചോറ് തരും. ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. तू चोर है? Yes, I am चोर. No कन्नी. अच्छा. अचार.